സമരം തുടരുന്ന ആശാവർക്കർമാർക്കൊപ്പം റിനു ശ്രീധറുണ്ട്. റിനു, ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരത്തിലേക്ക് കൂടുതൽ പേർ പങ്കാളികളായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. മാത്രമല്ല, പ്രതിപക്ഷം ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേതാക്കൾ ഇന്ന് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് അവർ ഈ ഘട്ടത്തിൽ പറയുന്നത്? 13ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? സ്മൃതി, വിവിധ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിച്ച ഒരു പ്രതിഷേധ സമരം അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ആ സമരം എല്ലാം തന്നെ ഇന്നിപ്പോൾ 13 ദിവസം പിന്നിടുന്നു. പക്ഷേ ഈ 13 ദിവസം പിന്നിടുമ്പോഴും ഒരു രീതിയിലുള്ള സമവായത്തിലേക്കും സർക്കാർ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ സമര മുഖത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അടക്കം എത്തി ഇതിൽ വലിയ രീതിയിലുള്ള സമരം അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നുള്ള ഒരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും എനിക്ക് പിന്നിൽ ഈ ആശാവർക്കർമാർ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാളെ മുതൽ ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആശമാരുടെ ഓണറേറിയം 21,000 രൂപയായി ഉയർത്തുക, ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ആശമാരുടെ ഓണറേറിയത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, ഈ തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ സമരമുഖത്തുള്ളവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആശാവർക്കർമാരാണ്. എന്താണ് സമരം നാളെ മുതൽ ഏത് രൂപത്തിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്? സമരത്തിന്റെ രീതി മാറുകയാണ്. സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഞങ്ങൾ വച്ചിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ ഈ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകും. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല സാഹചര്യം ഉണ്ടായോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചർച്ചയ്ക്കായി ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ആരെയും വിളിച്ചിട്ടുമില്ല. ഒരു പ്രാവശ്യം വെറുതെ ഒന്ന് ചർച്ച പ്രഹസനമായിട്ട് കാണിക്കുകയല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു നല്ലൊരു ചർച്ചയ്ക്കായി ഇതുവരെ ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങളെ കണ്ടിട്ടില്ല ഇതുവരെ. ഈ വലിയ പിന്തുണയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് അടക്കം നേതാക്കൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി, BJPയിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു പിന്തുണയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാരണം പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, സാധാരണ പൊതുജനങ്ങൾ തന്നെ വഴിയെ പോകുമ്പോൾ, കാരണം ഇവിടെ കഞ്ഞിവെക്കാനും അത് ഉള്ള സാമ്പത്തികം അവരാൽ കഴിയുന്നത് പൊതുജനങ്ങൾ തന്നെ കൊണ്ടെത്തിക്കുകയാണ്. സ്മൃതി, ഇപ്പോഴും ഈ സമരം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. എനിക്ക് പിന്നിൽ നമുക്കറിയാം, ഒരു സമരമുഖത്തിൽ നേതാക്കൾ അടക്കം വന്ന് കിടന്നുറങ്ങിയ ഒരു സ്ഥലമാണ് ഇത്. ഈ സെക്രട്ടേറിയറ്റ് പടിക്കലെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത്, ഇവിടെ അവർ കിടന്നുറങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. രാവിലെയും രാത്രിയുമായി വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു പിന്മാറ്റവും ഇല്ല എന്നുള്ളതാണ്. തങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാതെ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ ആശാവർക്കർമാർ പറഞ്ഞു വെക്കുന്നത്. സ്മൃതി, ശരി. റിനു ശ്രീധരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കാർക്കൊപ്പം നിന്നുകൊണ്ടുള്ള വിശദാംശങ്ങൾ നൽകിയത്.